ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻഡ് ടെയിൽസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നെത്തോലി പീരയാണ്. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ 1/2 കിലോ നെത്തോലിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയത് നമുക്ക് മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലോട്ട് ഒരു 10 ചെറിയുള്ളി ഇങ്ങനെ 2ആയിട്ട് കീറി ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ പച്ചമുളകും 2ആയിട്ട് കീറി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു തോരൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുത്താൽ മതിയാവും. നന്നായിട്ട് അരച്ചെടുക്കേണ്ട, ഒരു തോരൻ കൺസിസ്റ്റൻസി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 2-3 കുടംപുളി കീറിയിട്ട് വെള്ളത്തിയിട്ട് വെച്ചേക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ എടുത്ത് വെച്ച കുടംപുളി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ അടുപ്പത്തോട്ട് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ മീൻ പീര എന്തായാലും നന്നായിട്ട് സെറ്റായിട്ട് വരും. ഇത് ഇളക്കുമ്പോഴേ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് ഇളക്കണം, കാരണം നന്നായിട്ട് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ മീൻ പീരയെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.